ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ ഒരു റിമോട്ട് ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സോളാർ ഫലപ്രദമാണോ എന്നൊരു ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങളുടെ ശരിക്കും ഒരു റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ആണോ? KCBയുടെ ഒരു വൈദ്യുതി ലൈൻ കൊണ്ടുവരുന്നതിന് മാത്രമായി ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ചില സ്ഥലങ്ങളിൽ KCBയുടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ചെലവ് വന്നേക്കാം. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. റിമോട്ട് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ, ഫാമുകൾ, റിസോർട്ടുകൾ, റൂറൽ ആയിട്ടുള്ള ബാങ്കുകൾ, ഇവിടെയെല്ലാം ശരിക്കും ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ചെലവ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ചെലവ്, അതിനെല്ലാം ഉപരി ഇതിനൊക്കെ ആവശ്യമായി വരുന്ന ഒരു അപ്രൂവലിന് വരുന്ന കാലതാമസങ്ങൾ, ഇതെല്ലാം ശരിക്കും ഒരു തലവേദന തന്നെ. ചിലവാണെങ്കിൽ ലക്ഷങ്ങളിൽ തന്നെ. ഇതേ സെയിം ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നല്ലൊരു സോളാറിന്റെ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യാൻ സാധിക്കുന്നതാണ്. വൈദ്യുതി ലൈൻ കൊണ്ടുവരുന്നതിന് ആവശ്യമായ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ലക്ഷങ്ങൾ മുടക്കേണ്ട, മാസാമാസം 10,000 KCBയിലേക്ക് വൈദ്യുതി ബില്ലായി അടക്കേണ്ട ആവശ്യമില്ല. ഓരോ മഴ പെയ്യുമ്പോഴും ലൈനിൽ കറണ്ട് പോകുന്നതും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. റിമോട്ട് പ്രൊജക്ടുകൾക്ക് ശരിക്കും സോളാർ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല, ഇതൊരു പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാവാം നമ്മൾ ഈ പകൽ സമയത്ത് 9 മണി മുതൽ 5 മണി വരെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ പകൽ സമയത്ത് കൂടുതലായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മളൊരു സോളാർ വെക്കാത്തത്? എന്താവും അതിന്റെ ഒരു കാരണം? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.